ഹോങ്കോങ്ങിലെ കെട്ടിട സമുച്ചയത്തിലുണ്ടായ തീപിടുത്തത്തിൽ മരണസംഖ്യ ഉയരുന്നു. 44 പേർ മരിച്ചെന്ന സ്ഥിരീകരണം. 279 പേരെ കാണാനില്ല. പൊള്ളലേറ്റ 45 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. നിർമ്മാണ കമ്പനിയുടെ ഡയറക്ടർമാർ അടക്കം 3 പേർ അറസ്റ്റിലായി. 15 മണിക്കൂർ പിന്നിട്ടിട്ടും തീ നിയന്ത്രണ വിധേയമായില്ല. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ശ്യാമ സദാനന്ദ നൽകും വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് ശ്യാമ. ആശങ്കപ്പെടുത്തുന്ന മരണക്കണക്കാണ് വരുന്നത്. ഒപ്പം ഈ രക്ഷാപ്രവർത്തനം 15 മണിക്കൂറിലധികം നീളുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോഴും അത് പൂർണ്ണതയിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. തീ അണയ്ക്കാൻ പൂർണ്ണമായി കഴിഞ്ഞിട്ടില്ല എന്നടക്കമുള്ള റിപ്പോർട്ടുകൾ വരികയും ചെയ്യുന്നുണ്ട്. നിരവധി പേരെ കാണാതായിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നു. എന്താണ് നിലവിലെ സാഹചര്യങ്ങൾ മനസ്സിലാക്കുന്നത്? മരണസംഖ്യ ഇനിയും ഉയരുമെന്ന് തന്നെയാണോ? ശ്രുതി, ആ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാകും. വളരെ ഭയാനകമായിട്ടുള്ളൊരു അപകടമാണ്. അത്രയും വലിയൊരു തീപിടുത്തമാണ്. 2000-ഓളം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു കെട്ടിട സമുച്ചയത്തിലാണ് ഈ തീപിടുത്തം ഉണ്ടായത്. ഒരു രാത്രി മുഴുവൻ 800ഓളം ഫയർ എഞ്ചിനുകൾ നിന്ന് തീ അണയ്ക്കാൻ ശ്രമിച്ചിട്ടും 4 ടവറുകളിലെ തീ മാത്രമാണ് ഇതുവരെയും നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതായത് തീ അണയ്ക്കാൻ ഇപ്പോഴും ശ്രമിച്ചിട്ടില്ല. ഇനിയും ഒരു ദിവസമെങ്കിലും വേണ്ടിവരും ഈ തീ പൂർണ്ണമായും അണയ്ക്കാൻ എന്നാണ് കരുതുന്നത്. പ്രാഥമികമായി അവിടെ നടന്നിരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ തന്നെയാണ് ഈ അപകടത്തിന് കാരണമായത് എന്ന് തന്നെയാണ് വരുന്ന വിവരങ്ങൾ. അതായത് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് വലിയ സുരക്ഷാ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെയായിരുന്നു. ഈ ജനലുകളെല്ലാം പോളിത്തീൻ ഷീറ്റുകൾ ഉപയോഗിച്ച് മറച്ചും മുള കൊണ്ടുള്ള സ്കഫോൾഡിംഗ്, അതായത് മുള കൊണ്ടുള്ള പടികൾ കെട്ടിടത്തിന് ചുറ്റും കെട്ടിയൊക്കെയാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിരുന്നത്. ഇത് ഹോങ്കോങ്ങിലെ ഒരു ശൈലി തന്നെയാണ്. ഏറെ വിമർശനങ്ങൾ, സുരക്ഷയില്ല എന്ന തരത്തിൽ വിമർശനങ്ങളൊക്കെ ഏറെ ഉയർന്നിരുന്നൊരു നടപടി കൂടിയാണ് ഈ മുള കൊണ്ടുള്ള പടികൾ, ഈ സ്കഫോൾഡിംഗ് ഉപയോഗിച്ചുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ. ഇതാണ് ഈ തീ വളരെയധികം പടരാൻ കാരണമായത്. വളരെയധികം ആളുകൾ തിങ്ങിപ്പാർത്തിരുന്ന ഒരു കെട്ടിട സമുച്ചയമാണ്. ഇതിലാണ് ഇപ്പോൾ 3 പേർ അറസ്റ്റിലായിട്ടുണ്ട്. അതായത് ഈ നിർമ്മാണ പ്രവർത്തനം നടത്തിയിരുന്ന കമ്പനിയുടെ 2 ഡയറക്ടർമാരെയും ഒരു എഞ്ചിനീയറിംഗ് കൺസൾട്ടന്റിനെയുമാണ് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളത്. 800 ഫയർഫോഴ്സ് ടീമുകളാണ് ഇപ്പോൾ തീ അണയ്ക്കാൻ ശ്രമിക്കുന്നത്. ഒരു ഭാഗത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ, മുകളിലും അതിൻ്റെ ഈ കെട്ടിട സമുച്ചയങ്ങളുടെ ഒരു ഭാഗത്തുമാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിരുന്നത്. ഇതാണ് ഈ തീപിടുത്തം വലിയ രീതിയിൽ വ്യാപിക്കാൻ കാരണമായത് എന്നുമാണ് വിവരങ്ങൾ വരുന്നത്. എന്തായാലും 2000-ഓളം ആളുകൾ തിങ്ങിപ്പാർത്തിരുന്ന വലിയൊരു കെട്ടിട സമുച്ചയത്തിലാണ് തീപിടുത്തം ഉണ്ടായത്. ഇതിലെ 8 ടവറുകളിലായിട്ട് തീപിടുത്തം ഉണ്ടായി എന്നാണ് പറയുന്നത്. ആ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും. വളരെയധികം വ്യാപ്തിയുള്ള ഒരു തീപിടുത്തമാണ്. ഇപ്പോഴും തീയണയ്ക്കൽ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ദുരന്തത്തിൽ 44 പേർ ഇതിനകം മരിച്ചിട്ടുണ്ട്. 279 പേരെ ഇനിയും കാണാനായിട്ടില്ല. കുറച്ചധികം ആളുകളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അവർക്ക് താൽക്കാലിക താമസ സൗകര്യമൊക്കെ ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. എന്തായാലും വളരെയധികം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശത്താണ് ഈ തീപിടുത്തം ഉണ്ടായത് എന്ന് തന്നെയാണ് ഇതിന്റെ അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നതും. ശ്രുതി, എന്തായാലും 15 മണിക്കൂറിലധികമായി ഇപ്പോഴും തീ നിയന്ത്രണ വിധേയമാക്കാനായിട്ടില്ല എന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്നത്. എന്തായാലും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. 44 മരണമാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തത്. ശ്യാമ സദാനന്ദനാണ് വിവരങ്ങൾ നൽകിയത്.